ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഉയർത്തുവെന്നും ഇതാ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു എന്നോട് വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുക. അതിന്റെ ശേഷം ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടി കലറവിട്ട് ശിഷ്യന്മാരോട് പറയുവാൻ വേഗത്തിൽ ഓടിപ്പോയി. അപ്പോൾ യേശുതമ്പുരാൻ അവിടെ നേരെ വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവരടുത്ത് നിന്ന് അവന്റെ പാദങ്ങൾ പിടിച്ചു വന്നിച്ചു. അപ്പോൾ യേശുതമ്പുരാൻ അവരോട് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് അവർ ഗലീലയിലേക്ക് പോകണമെന്നും അവിടെ വെച്ച് കാണാമെന്നും പറയുക എന്ന് ചെയ്തു. സ്ത്രീകൾ പോയപ്പോൾ കാവൽക്കാര് ചിലർ പട്ടണത്തിലെത്തി ഉണ്ടായ സകലവും പ്രധാന രാജന്മാരോട് പറഞ്ഞു. അവർ ചില പ്രമാണികളുമായി ഒന്നിച്ചുകൂടി ആലോചിച്ച ശേഷം കാവൽക്കാർക്ക് വലിയ കൊടുത്തിട്ട് അവരോട് ഞങ്ങൾ ഒരുങ്ങിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്നവരെ മോഷിച്ചു കൊണ്ടുപോയി എന്ന് പറയുക. ഇത് നാട് വഴി കേട്ടാൽ ഞങ്ങൾ അവരെ ശാന്തനാക്കി നിങ്ങൾക്ക് ഉപദ്രവം വരാതെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അനന്തരം അവർ പണം വാങ്ങിക്കൊണ്ട് ഞങ്ങളോട് നിർദ്ദേശിച്ചതുപോലെ ചെയ്തു. ഈ കാര്യങ്ങൾ ഇന്നും യഹൂദന്മാരുടെ പ്രാബല്യത്തിലിരിക്കുന്നു. ശിഷ്യന്മാർ 11 പേരും യേശുതമ്പുരാൻ അവരോട് നിർദ്ദേശിച്ചിരുന്ന ഗലീലയിലെ മലയിലേക്ക് പോയി. അവിടെ യേശുതമ്പുരാനെ കണ്ടപ്പോൾ അവർ അവനെ വന്ദിച്ചു. എന്നാൽ അവര് ചിലർ സംശയിച്ചു. യേശുതമ്പുരാൻ അടുത്തിരുന്ന് അവരോട് ഇപ്രകാരം പറഞ്ഞു: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സർവാധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി സർവജാതികളെയും ശിഷ്യരാക്കുവീൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെ നാമത്തിൽ അവർക്ക് മാമോദീസ നൽകുവീൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സകലവും ആചരിക്കുവാൻ അവരെ പഠിപ്പിക്കുവീൻ. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കും എന്ന് താൻ കൽപ്പിച്ചറിൽ ചെയ്തു. ശൈതാ